ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും സ്നേഹിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു നാട്യമായിരിക്കും നമ്മൾ നടത്തുക. പലപ്പോഴും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് നമ്മളെ അയാളിലൂടെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ, നിങ്ങളുടെ കൊച്ചുമക്കളെ അല്ലാതെ നിങ്ങൾ പലരെയും സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ആത്യന്തികമായി നിങ്ങൾ അവരിലൂടെ നിങ്ങളെ ആയിരിക്കും സ്നേഹിക്കുക. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾക്ക് എത്ര പേരെ സ്നേഹിക്കാൻ കഴിയുന്നു എന്നതിലല്ല, നിങ്ങൾ എത്ര പേരാൽ സ്നേഹിക്കപ്പെടുന്നു എന്നതിലാണ് കാര്യം. ഒരാളെ സ്നേഹിക്കുക എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ സ്നേഹിക്കപ്പെടുക എന്നതിന് എപ്പോഴെങ്കിലും ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ സ്നേഹിച്ചിരുന്ന പലരും യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നവർ തന്നെയാണോ? അതല്ല നിങ്ങളിലൂടെ അവരെ തന്നെയാണോ സ്നേഹിച്ചിരുന്നത്? നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് പോലെ. അപ്പോൾ സ്നേഹിക്കപ്പെടുക എന്നതാണ് ഭാഗ്യം, സ്നേഹിക്കുക എന്നതിനുമപ്പുറം. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുമായി വേണം നമ്മൾ ഈ ജീവിതത്തെ കാണാൻ. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഈ പുലർച്ചെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റാണ്. നല്ല പ്രഭാതമാണ്, നല്ല തണുപ്പുണ്ട്, നോമ്പിൻ്റെ പുണ്യമാസമാണ്, റംസാനിൻ്റെ നോമ്പൊക്കെ പിടിച്ച് രാവിലെ ആളുകൾ ഉണർന്നു വരുന്ന സമയമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൽ, ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മളെപ്പോലെയുള്ളൊരു ചാനൽ, ഒരു മാധ്യമം വരുന്നു എന്നറിഞ്ഞ് അവരുടെ മുഖം കാണിക്കാൻ തടിച്ചുകൂടിയ മനുഷ്യരല്ല ഇവിടെ നിൽക്കുന്നത്. അവരുടെ വൈകാരിക വിഷമങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനാണ്.